കേണിച്ചിറയിലെ ഒരു പൂപ്പാടമാണിത്. സുൽത്താൻ ബത്തേരി ടൗൺ ലയൺസ് ക്ലബ്ബിലെ 10 മെമ്പർമാർ ചേർന്നാണ് 3.5 ഏക്കർ സ്ഥലത്ത് പൂക്കൃഷി ഇറക്കിയത്. എന്നാൽ പൂവിന് വിപണി കണ്ടെത്താൻ ഇവർ പാടുപെടുകയാണ്. ഓണക്കാലത്ത് പൊതു ഇടങ്ങളിലെ ആഘോഷ പരിപാടികൾക്കാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ വിറ്റുപോകുന്നത്. നിരവധി താൽക്കാലിക പൂക്കടകളും ഉയരും. എന്നാൽ വയനാട്ടിൽ ഇത്തവണ പൂക്കടകൾ കാര്യമായില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതു ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചതാണ് പൂവിപണിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം ഓണാഘോഷത്തിൽ ഒരാഘോഷ പരിപാടികളൊന്നും സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വിപണി അത് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്കിപ്പോൾ പൂവായത് കറക്റ്റ് ടൈം ആയതുകൊണ്ട് കുറേ പൂവുകൾ വിറ്റഴിക്കാൻ പറ്റും. ഞങ്ങളുടെ മുതൽ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓണക്കാലമായിട്ടും കനത്ത മഴ തുടരുന്നതും പൂക്കൃഷിയെ ബാധിച്ചു. പിന്നെ അടഞ്ഞ മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വളമൊന്നും അന്ന് ആ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്രാവശ്യം കാലവർഷം കനത്ത മഴയായതുകൊണ്ട് അത് നമ്മുടെ കൃഷിയെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഒരു കുറഞ്ഞ ദിവസം വെയിൽ ലഭ്യമായതുകൊണ്ട് എന്തായാലും പൂവുകൾ വളരെ ഭംഗിയായിട്ട് നന്നായി വരുന്നുണ്ട്. ഗുണ്ടൽപേട്ടിൽ നിന്ന് ഹൈബ്രിഡ് തൈകൾ എത്തിച്ചാണ് ഇവർ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായി കൃഷി വകുപ്പിന്റെ പിന്തുണയോടെയായിരുന്നു പൂക്കൃഷി. മാതൃഭൂമി ന്യൂസ്, വയനാട്.